തലശ്ശേരി ആർച്ച് ബിഷപ്പും എറണാകുളം അതിരൂപതയുടെ മെത്രാപ്പൊലീത്തൻ വികാരിയുമായ മാർ ജോസഫ് പാംബ്ലാനിയെ സഭയുടെ എല്ലാ ചുമതലകളിൽ നിന്നും പുറത്താക്കണമെന്നും വിശ്വാസികൾ അദ്ദേഹത്തെ ബഹിഷ്കരിക്കണമെന്നും വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ആവശ്യപ്പെട്ടു. സഭാ നിയമങ്ങളെ പരസ്യമായി ലംഘിച്ചും മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ ചെവിക്കൊള്ളാതെയും നിരോധിത തീവ്രവാദി സംഘടനകളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സഭാവിരുദ്ധരുമായി ചേർന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയുമാണ് ജോസഫ് പാംബ്ലാനി മുന്നോട്ടു പോകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാംബ്ലാനി പിതാവിന് മുൻപ് ബോസ്കോ പുത്തൂർ എന്ന് പറഞ്ഞ പിതാവിന് അവിടെ ചാർജ് ഉണ്ടായിരുന്നു. ഈ കുർബാന പ്രശ്നം വന്നപ്പോൾ മാർപ്പാപ്പ വത്തിക്കാനിൽ നിന്ന് പല ബിഷപ്പുമാരെ മാറ്റി അവിടെ അപ്പോയിന്റ് ചെയ്തായിരുന്നു. ഇവിടുത്തെ കരിയിൽ പിതാവ്, മറ്റേ മെൽബണിലുണ്ടായിരുന്ന ബോസ്കോ പുത്തൂർ പിതാവ്, അത് കഴിഞ്ഞ് തൃശ്ശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവ്, ഇവരെയൊക്കെ പോസ്റ്റ് ചെയ്ത്. പക്ഷേ ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ തിരക്കിയാണ്. കാര്യങ്ങൾ അവർ നേരെ നടത്തി വരുമ്പോഴേക്കും അവർ സുപ്രഭാതത്തിൽ അവർക്ക് ട്രാൻസ്ഫറാണ്, അവരെ സ്ഥാനം ഒഴിയാണ്. ഈ കെണി എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ മാറി മാറി അവസാനമാണ് ഈ പാംബ്ലാനി പിതാവ് അവിടെ വരുന്നത്. അപ്പോൾ ഈ പാംബ്ലാനി പിതാവ് ഈ തെറിപ്പിക്കുന്നതിൻ്റെ ഒക്കെ പുറകിൽ ഇദ്ദേഹത്തിൻ്റെ ചില കളികളുണ്ട്. കാരണം ഈ വിമതന്മാരെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 3-4 ബിഷപ്പ്മാർ വേറെ ഉണ്ട്. ഇവരുമായിട്ട് ചേർന്നിട്ട് ഇദ്ദേഹം അവരെ തെറിപ്പിച്ച അവസാനം ഇദ്ദേഹം ആ പോസ്റ്റിൽ വരാണ്. ഇദ്ദേഹം ആ പോസ്റ്റിൽ വന്നിട്ട് വന്ന വഴി ഈ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടി അവർ പറഞ്ഞ എല്ലാ ആവശ്യങ്ങളും ഒന്ന് സാധിച്ചു കൊടുക്കുക. ഇതിനു മുമ്പിരുന്ന ആൻഡ്രൂസ് പിതാവ്, ബോസ്കോ പിതാവും അവിടെ ഈ സഭ പറയുന്നത് അനുസരിക്കാത്ത വൈദികരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കിയ, അനുസരണക്കേട് നടത്തിയ വൈദികരെ കുർബാന വിലക്കോടുകൂടി സസ്പെൻഡ് ചെയ്തു. പിന്നെ ഈ പുതിയതായിട്ട് പട്ടം കിട്ടാൻ പോകുന്ന ഡീക്കന്മാരുണ്ട്. എല്ലാ വർഷവും ഇവിടെയൊക്കെ ഉണ്ടാവില്ല, ഡിസംബറിലൊക്കെ പട്ടം കൊടുക്കുന്ന പുതിയ ഡീക്കന്മാർ. അങ്ങനെ പുതിയതായിട്ട് പട്ടം സ്വീകരിക്കുന്ന ഡീക്കന്മാർ സഭയെ അനുസരിച്ചൊള്ളാമെന്ന് എഴുതി അവരും അവരുടെ മാതാപിതാക്കളും എഴുതി കൊടുത്താൽ മാത്രമേ അവർക്ക് പട്ടം കൊടുക്കുള്ളൂ എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. അത് റോമിന്റെ അനുവാദത്തോടു കൂടി. ഈ പാംബ്ലാനി പിതാവ് വന്നിട്ട് ചെയ്തത് എന്നാന്ന് വെച്ചാൽ ഈ പറഞ്ഞ എല്ലാ നടപടികളും അങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പൊ ഈ വിമതന്മാർ അത്രയും നാൾ അവിടെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്നാന്ന് വെച്ചാൽ ഈ നിയമങ്ങൾ പിൻവലിക്കണം. പിന്നെ ഈ സഭയുടെ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭരണസമിതി ഉണ്ട് അവിടെ, കൂരിയ, അതിരൂപത കൂരിയ എന്ന് പറയും. ആ കൂരിയയിൽ ഇത് സഭയുടെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന കുറെ അച്ഛന്മാർ, വൈദികരുണ്ടായിരുന്നു. ഇവരെ മാറ്റി ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർക്ക് അങ്ങ് സാധിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ നടപടി എടുത്ത അച്ഛന്മാരെല്ലാം നടപടി മരവിപ്പിച്ചു. അവരെ ഈ കുർബാന വിലക്കോടുകൂടി നടപടി എടുത്ത ശിക്ഷ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വൈദികനെ ചേർത്തല ഫൊറോന പള്ളിയിലെ വികാരിയായിട്ട് നിയമിച്ചു. അതും ഈ നടപടി പിൻവലിക്കാതെ. അതാണ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം. അപ്പോൾ എത്രമാത്രം ഇദ്ദേഹം ഈ വിമതരോട് കൂറ് പുലർത്തുന്നത് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. പാംബ്ലാനി പിതാവിൻ്റെ ഇവിടുത്തെ നടപടി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം ഇവിടെ ചിലപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് മാർ പാംബ്ലാനി തികഞ്ഞ വിമതനും തീവ്രവാദിയും ഗുണ്ടയൊക്കെയായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഞങ്ങളുടെ അനുഭവമാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരാളെ കുറിച്ച് ഞങ്ങളുടെ അനുഭവം കൊണ്ട് ഞങ്ങൾ ഒരാളെ വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ എത്രയും വേഗം മേലധികാരികൾ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ശക്തമായ സമരത്തിലാണ്. ഇപ്പം ഇവിടെ കാണുന്നില്ലായിരിക്കും, എറണാകുളത്തൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാർ പാംബ്ലാനിക്കെതിരെ ഒരു പത്രസമ്മേളനം പ്രസ് ക്ലബ്ബിൽ ഉണ്ടാവാറുണ്ട്. പത്രത്തിൽ മിക്കവാറും ദിവസവും വാർത്തയുണ്ട് പാംബ്ലാനിക്കെതിരെ. ഇവിടെയൊക്കെ അത് പുതുമയായിരിക്കാം. പക്ഷേ അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം വിൽസൺ വടക്കുംചേരി, കുര്യാക്കോസ് പഴയമഠം, ജോസഫ് അമ്പലത്തിങ്കൽ, സാജുമോൻ പഴയക്കടവിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഫിസിയോതെറാപ്പിക്ക് ഏറ്റവും മികച്ച ചോയ്സ് ഇനി കണ്ണൂർ തന്നെ. അതിനൂതനമായ ഫിസിയോതെറാപ്പി ഉപകരണങ്ങളോടുകൂടി ഓർത്തോപീഡിക്സ്, ന്യൂറോളജി, സ്പോർട്സ് മെഡിസിൻ, പീഡിയാട്രിക്സ് കൂടാതെ റീഹാബിലിറ്റേഷൻ സേവനങ്ങളും. പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനങ്ങൾ, സ്ത്രീകൾക്കായി ഫീമെയിൽ തെറാപ്പിസ്റ്റുകളുടെ സൗകര്യം. ടച്ച് ആൻഡ് ഹിൽ ഫിസിയോതെറാപ്പി ക്ലിനിക്, മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 761 303.